നമസ്കാരം. STV ന്യൂസിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. തൃശൂരിൽ 105 ഗ്രാം MDMAയുമായി ദമ്പതികൾ ഉൾപ്പെടെ 3 പേർ പോലീസിന്റെ പിടിയിൽ. പ്രതികളെ പിടികൂടിയത് ടൗൺ വെസ്റ്റ് പോലീസിന്റെയും സിറ്റി ഡാൻസ് ഓഫ് സംഘത്തിന്റെയും നേതൃത്വത്തിൽ. തൃശൂർ റെയിൽവേ സ്റ്റേഷൻ പരിസരത്തു നിന്നും പ്രതികളെ പിടികൂടാനായത് രഹസ്യവിവരത്തെ തുടർന്ന്. രാഹുൽ മാങ്കൂട്ടത്തിൽ ഇതുവരെ അവധി അപേക്ഷ നൽകിയിട്ടില്ലെന്നും സസ്പെൻഷൻ വിഷയത്തിൽ കത്ത് ലഭിച്ചിട്ടില്ലെന്നും നിയമസഭാ സ്പീക്കർ AN ഷംസീർ. ഷാഫിക്കെതിരായ പ്രതിഷേധം, ജനപ്രതിനിധികൾ മാന്യമായി പെരുമാറണമെന്നും സ്പീക്കർ. ഗണേശോത്സവവുമായി ബന്ധപ്പെട്ട് ഇന്ന് വൈകുന്നേരം 4:30 മുതൽ 7 മണി വരെ കുളപ്പള്ളി മുതൽ കൊച്ചിൻ പാലം വരെ ഭാഗിക ഗതാഗത നിയന്ത്രണമെന്ന് ഷൊർണൂർ പോലീസ്. മേഖലയിൽ അനധികൃത പാർക്കിംഗും DJയും നാസിക് ഡോളും ഉപയോഗിക്കുന്നവർക്കെതിരെ കർശന നടപടിയെന്നും പോലീസ് അറിയിപ്പ്. തൃശൂരിൽ 105 ഗ്രാം MDMAയുമായി ദമ്പതികൾ ഉൾപ്പെടെ 3 പേർ പോലീസിന്റെ പിടിയിൽ. പ്രതികളെ പിടികൂടിയത് ടൗൺ വെസ്റ്റ് പോലീസും സിറ്റി ഡാൻസ് ഓഫ് സംഘത്തിന്റെയും നേതൃത്വത്തിൽ. തൃശൂർ റെയിൽവേ സ്റ്റേഷൻ പരിസരത്ത് നിന്നും പ്രതികളെ പിടികൂടിയത് രഹസ്യവിവരത്തെ തുടർന്ന്. ബാംഗ്ലൂരിൽ നിന്ന് ട്രെയിൻ മാർഗമാണ് MDMA തൃശൂരിലെത്തിച്ചത്. റെയിൽവേ സ്റ്റേഷന്റെ പുറകുവശത്തെ ഗൂഡ്സ് ഷെഡിന് സമീപത്ത് വെച്ചാണ് ഇവരെ പിടികൂടിയത്. മയക്കുമരുന്ന് വാങ്ങാൻ മറ്റൊരാൾ റെയിൽവേ സ്റ്റേഷന് പരിസരത്തേക്ക് എത്തും എന്നുള്ള രഹസ്യവിവരം പോലീസിന് നേരത്തെ ലഭിച്ചിരുന്നു. ഇതനുസരിച്ചാണ് പോലീസ് പരിശോധന നടത്തിയത്. മൂവരുടെയും അറസ്റ്റ് വെസ്റ്റ് പോലീസ് രേഖപ്പെടുത്തി. ബാംഗ്ലൂരിൽ എവിടെ നിന്നാണ് ഇത്രയും വലിയ അളവിൽ മയക്കുമരുന്ന് വാങ്ങിയത്, ആർക്കാണ് കൈമാറാൻ ഉദ്ദേശിച്ചിരുന്നത് എന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ പോലീസ് അന്വേഷണം ആരംഭിച്ചു. ന്യൂസ് ബ്യൂറോ, തൃശൂർ. രാഹുൽ മാങ്കൂട്ടത്തിൽ ഇതുവരെ അവധി അപേക്ഷ നൽകിയിട്ടില്ല എന്നും സസ്പെൻഷൻ വിഷയത്തിൽ ഇതുവരെ കത്ത് ലഭിച്ചിട്ടില്ല എന്നും നിയമസഭാ സ്പീക്കർ AN ഷംസീർ. ഷാഫിക്കെതിരായ പ്രതിഷേധം, ജനപ്രതിനിധികൾ മാന്യമായി പെരുമാറണമെന്നും സ്പീക്കർ. അല്ല, അതിൻ്റെ നിയമസഭയുടെ പ്രൊസീഡിങ്സ് അനുസരിച്ച് ഞങ്ങൾ ചെയ്യും, അങ്ങനെ അവരാവശ്യപ്പെട്ടാൽ. രണ്ടാമത് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ കേസ് എടുത്തിട്ടുണ്ട്. ഇപ്പോൾ അറസ്റ്റ് പോലുള്ള നടപടികൾക്ക് എന്തെങ്കിലും തടസ്സമുണ്ടോ? അല്ല, അത് അതിൻ്റെ ഗ്രാവിറ്റി അനുസരിച്ചാണ്. എന്താണ് ഇപ്പോൾ കേസ് രജിസ്റ്റർ ചെയ്തു എന്നുള്ളത് ഞങ്ങൾ മനസ്സിലാക്കുന്നു. അപ്പോൾ അത് അതിൻ്റെ ഒരു പ്രോസസ്സ് ഉണ്ടല്ലോ. സ്വാഭാവികമായി ആ പ്രോസസ്സിനെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് എന്താണ് ഇപ്പോൾ ഞാൻ മനസ്സിലാക്കുന്നത്, നാളെയോ മറ്റോ ഹാജരാവാൻ ആവശ്യപ്പെട്ടു എന്നുള്ളതാണ്. അപ്പോൾ അത് അതിൻ്റെ മുറക്ക് നടക്കുമ്പോൾ ഞങ്ങൾ ഇടപെടേണ്ട കേസിൻ്റെ ആ സമയത്ത് ഞങ്ങൾ അറിയിക്കും, അത്രയേ ഉള്ളൂ. നിയമസഭാ സമ്മേളനം നടക്കുന്ന സമയത്ത് മാത്രമാണ് അങ്ങനത്തെ ഒരു നിയമപരമായ പ്രശ്നം, എങ്ങനെയാണോ? അല്ലല്ല, നിയമസഭാ സമ്മേളനം നടക്കുമ്പോഴും എല്ലാത്തപ്പോഴും ഇപ്പം ഞങ്ങളുടെ പ്രിമൈസസിനകത്ത് വെച്ച് എന്തെങ്കിലും തരത്തിൽ ചെയ്യേണ്ടതുണ്ടെങ്കിൽ മാത്രമേ ഞങ്ങളുടെ അനുമതി ആവശ്യമുള്ളൂ. മറ്റു കാര്യങ്ങളൊക്കെ എന്ത് കാര്യങ്ങളുണ്ടെങ്കിലും ഞങ്ങൾ അറിയിച്ചാൽ മതി, അത്രേ ആവശ്യമുള്ളൂ. താങ്കളുടെ ഓഫീസിന്റെ ഭാഗത്ത് നിന്ന് ഏതെങ്കിലും തരത്തിലുള്ള വിശദീകരണം MLA ചോദിക്കുക അങ്ങനെ എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടോ കേസ് രജിസ്റ്റർ ചെയ്ത സാഹചര്യത്തിൽ? ഇല്ല. ഞങ്ങൾക്കിപ്പോൾ ആരെങ്കിലും പരാതി തന്നാൽ ഞങ്ങളുടെ പ്രിവിലേജ് എത്തിക്സ് കമ്മിറ്റി ഉണ്ട്. ആ എത്തിക്സ് കമ്മിറ്റിക്ക് ശുപാർശ ചെയ്യാൻ ഞങ്ങൾക്ക് വേണ്ട. ആ പരിമിതിക്കകത്തു നിന്നുകൊണ്ട് ഞങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം കുറച്ച് പരിമിതിക്കകത്തു നിന്നുകൊണ്ട് ഞങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം ആരോണം വന്നാൽ അത് ഞങ്ങൾക്ക് എന്തെങ്കിലും പ്രിവിലേജ് എത്തിക്സ് കമ്മിറ്റിക്ക് ശുപാർശ ചെയ്യാൻ മാത്രം. അല്ല, ഞാൻ പറഞ്ഞല്ലോ, ജനങ്ങൾ തിരഞ്ഞെടുത്ത പ്രതിനിധികൾ അവർ മനസ്സിലാക്കേണ്ട കാര്യം, ഞങ്ങൾ അവരുടെ ഒബീഡിയൻ്റായി വർക്ക് ചെയ്യേണ്ട ആളുകളാണ്. അൾട്ടിമേറ്റ് ഡെമോക്രസിയിൽ പീപ്പിൾ ആർ ദ മാസ്റ്റേഴ്സ്. അപ്പോൾ ജനം തിരഞ്ഞെടുക്കുന്ന ജനപ്രതിനിധികൾ വളരെ ഒബീഡിയൻ്റായി ജനസേവനം നടത്തേണ്ടവരാണ്. അപ്പോൾ ഇപ്പോൾ ഞാൻ പൊതുപ്രവർത്തനത്തിൽ ഇറങ്ങിത്തിരിക്കുമ്പോൾ ജനങ്ങളെ സേവിക്കാനാണ്. ഗണേശോത്സവവുമായി ബന്ധപ്പെട്ട് ഇന്ന് വൈകുന്നേരം 4:30 മുതൽ 7 മണി വരെ കുളപ്പള്ളി മുതൽ കൊച്ചിൻ പാലം വരെ ഭാഗിക ഗതാഗത നിയന്ത്രണം ഉണ്ടാകുമെന്ന് ഷൊർണൂർ പോലീസ് അറിയിച്ചു. പ്രദേശത്ത് അനധികൃത പാർക്കിംഗും ശബ്ദമലിനീകരണം ഉണ്ടാക്കുന്ന DJ, നാസിക് ഡോൾ എന്നിവ ഉപയോഗിക്കുന്നവർക്കെതിരെ കർശന നിയമ നടപടി ഉണ്ടാകുമെന്നും അറിയിപ്പിൽ പറയുന്നു. മണ്ണൂർ നഗരിപ്പുറം സർവീസ് സഹകരണ ബാങ്കിന്റെ നേതൃത്വത്തിൽ ഓണച്ചന്തയ്ക്ക് തുടക്കമായി. ബ്ലോക്ക് പഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ അബ്ദുൾ മുത്തലിഫ് ഉദ്ഘാടനം ചെയ്തു. ഓണം അത് മനുഷ്യന്റെ ഉത്സവമാണ്, കേരളത്തിന്റെ മഹോത്സവമാണ്. ആ ഉത്സവത്തിന് ഗവൺമെന്റ് നടത്തുന്ന, സർവീസ് സഹകരണ ബാങ്ക് നടത്തുന്ന ഈ പരിപാടിക്ക് എല്ലാവിധ ആശംസകളും, ഈ ഓണത്തിൻ്റെമായി ബന്ധപ്പെട്ട ഈ കിറ്റ് വിതരണവും അതുപോലെ തന്നെയുള്ള ഈ പരിപാടിക്ക് എല്ലാവിധ ആശംസകളും അറിയിച്ചുകൊണ്ട് ഈ പരിപാടി ഉദ്ഘാടനം ചെയ്ത അറിയിച്ചുകൊണ്ട് ബാങ്ക് പ്രസിഡന്റ് PK ഉണ്ണികൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു. മണ്ണൂർ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് OV സ്വാമിനാഥൻ, നഗരിപ്പുറം സർവീസ് സഹകരണ ബാങ്ക് സെക്രട്ടറി A സ്മിത, ഡയറക്ടർമാരായ P പ്രമോദ്, K അരവിന്ദാക്ഷൻ, M സുരേഷ്, ശശിധര പണിക്കർ, സതീഷ്, സരിത, ഓമന, NC രമണി തുടങ്ങിയവർ സംസാരിച്ചു. ബാങ്ക് വൈസ് പ്രസിഡന്റ് AVM റസാഖ് സ്വാഗതം പറഞ്ഞ ചടങ്ങിൽ SJN നജീബ് നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, പത്രിപ്പാല. ഷൊർണൂർ ആയുർവേദ ആശുപത്രിക്ക് സമീപം സ്ഥിതി ചെയ്യുന്ന മഹാഗണപതി ക്ഷേത്രത്തിൽ വിനായക ചതുർത്ഥി ആഘോഷം നടന്നു. നിരവധി ഭക്തർ ചടങ്ങിൽ പങ്കെടുത്തു.
രാവിലെ ക്ഷേത്രം പൂജാരിമാരായ നാരായണൻ എമ്പ്രാന്തിരി, ജയനാരായണൻ എമ്പ്രാന്തിരി എന്നിവരുടെ നേതൃത്വത്തിൽ വിവിധ പൂജകൾ നടന്നു. തുടർന്ന് വൈകിട്ട് ചെണ്ടമേളവും ഗജവീരന്റെ അകമ്പടിയോടെ ഗണേശഗിരി ക്ഷേത്രത്തിലും മുത്തപ്പൻ ക്ഷേത്രത്തിലും ദർശനം നടത്തിയതിനു ശേഷം തിരിച്ച് ക്ഷേത്രസന്നിധിയിലെത്തി. നിരവധി സ്ത്രീകൾ വിളക്ക് കയ്യിലേന്തിയാണ് വരവേറ്റത്. തുടർന്ന് ക്ഷേത്രത്തിൽ അതിഗംഭീരമായ ചെണ്ടമേളം അരങ്ങേറി. ക്ഷേത്രം പ്രസിഡന്റ് സുബ്രഹ്മണ്യൻ മൂസത്ത്, സെക്രട്ടറി മാധവൻകുട്ടി കൈപ്പറ, ട്രഷറർ വാസുദേവൻ നമ്പൂതിരി, മറ്റു ഭാരവാഹികൾ എന്നിവർ ചടങ്ങിന് നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, ചെറുതുരുത്തി. മുഹമ്മദ് നബിയുടെ ജന്മദിനാഘോഷങ്ങളുടെ ഭാഗമായി മുള്ളൂർക്കര റേഞ്ച് ജംഇയ്യത്തുൽ മുഅല്ലിമിന്റെ നേതൃത്വത്തിൽ ഇശക് മജ്ലിസ് ചെറുതുരുത്തി അത്തിക്കപ്പറമ്പ് മദ്രസ ഹാളിൽ നടന്നു. നിരവധി ആളുകൾ ചടങ്ങിൽ പങ്കെടുത്തു. സമസ്ത കേരള ജംഇയ്യത്തുൽ മുഅല്ലിമീൻ സെൻട്രൽ കൗൺസിൽ മുഹമ്മദ് നബിയുടെ ജന്മദിനാഘോഷങ്ങളുടെ ഭാഗമായാണ് മുള്ളൂർക്കര റേഞ്ച് ജംഇയ്യത്തുൽ മുഅല്ലിമീൻ ഇഷ്ക് മജ്ലിസ് ചെറുതുരുത്തി അത്തിക്കപ്പറമ്പ് മദ്രസ ഹാളിൽ നടത്തിയത്. സമസ്ത ജില്ലാ വർക്കിംഗ് സെക്രട്ടറി ബഷീർ ഫൈസി ദേശമംഗലം ഉദ്ഘാടനം ചെയ്തു. റേഞ്ച് പ്രസിഡന്റ് അഷ്റഫ് ദാരിമി അധ്യക്ഷത വഹിച്ചു. അത്തിക്കപ്പറമ്പ് മഹല്ല് പ്രസിഡന്റ് പടപ്പ് ഉമർ പതാക ഉയർത്തി. വിവിധ അംഗീകാരം നേടിയവരെ MP കുഞ്ഞിക്കോയ തങ്ങൾ അനുമോദിച്ചു. ആദർശ സംഗമത്തിൽ ജസീൽ കമാലി ഫൈസി മുഖ്യപ്രഭാഷണം നടത്തി. PA ഷാഹുൽ ഹമീദ്, KA കാസിമി, ഹംസക്കുട്ടി മൗലവി, KM ഉമർ ഹാജി, ഷഹീർ ദേശമംഗലം, PK മൂസ, PS കമറുദ്ദീൻ മുസ്ലിയാർ, അലി ആറ്റൂർ, MM സിദ്ദിഖ് മൗലവി, ഉമർ അൻവരി, ഇസ്മായിൽ അൽ ഹസനി തുടങ്ങിയവർ സംസാരിച്ചു. ഇന്നലെ വൈകുന്നേരം മുതൽ നമ്മുടെ പള്ളികളൊക്കെ ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജന്മദിനം വിളിച്ചറിയിച്ചുകൊണ്ടുള്ള മദ്ഹ് ആരംഭിച്ചു. എല്ലാം അല്ലാഹു നമ്മിൽ നിന്ന് സ്വീകരിക്കുമാറാകട്ടെ. പ്രത്യേകിച്ച് നമ്മളൊക്കെ നമ്മുടെ മക്കളുടെയും നമ്മുടെ കുടുംബക്കാരുടെയും എല്ലാം ബർത്ത്ഡേ ആഘോഷിക്കുന്ന കൂട്ടത്തിലാണ്. ഒന്നും കഴിഞ്ഞില്ലെങ്കിലും സുലൈമാനിയുടെ പേരിൽ മൗലിദെങ്കിലും ഓതി അന്ന് നമ്മൾ. ന്യൂസ് ബ്യൂറോ, ചെറുതുരുത്തി. മരണപ്പെട്ടയാളുടെ 1ാം ചരമവാർഷികത്തിൽ പാലിയേറ്റീവിന് മെഡിക്കൽ ഉപകരണങ്ങൾ സമ്മാനിച്ച് ഒരു കുടുംബം. മണ്ണൂർ അരിമ്പൻകുളങ്ങര സ്വദേശി പഴനന്റെ സ്മരണയ്ക്കാണ് മകൻ ജയകൃഷ്ണൻ മെഡിക്കൽ ഉപകരണങ്ങൾ മണ്ണൂരിലെ EK നായനാർ ചാരിറ്റിയിലേക്ക് സമ്മാനിച്ചത്. അഡ്വക്കേറ്റ് ശാന്തകുമാരി MLA മെഡിക്കൽ ഉപകരണങ്ങൾ ഏറ്റുവാങ്ങി. ജീവകാരുണ്യ പ്രവർത്തനം നടത്തിയ കുടുംബത്തെ MLA അഭിനന്ദിച്ചു. പഞ്ചായത്ത് ഉപാധ്യക്ഷൻ OV സ്വാമിനാഥൻ, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ AK ജയശ്രീ, M ഉണ്ണികൃഷ്ണൻ എന്നിവരും MLAക്കൊപ്പമുണ്ടായിരുന്നു. ന്യൂസ് ബ്യൂറോ, പത്തിരിപ്പാല. ഷൊർണൂർ സെന്റ് ആന്റണീസ് LP സ്കൂളിൽ ഓണാഘോഷം തിമിർദോം 2K25 എന്ന പേരിൽ സംഘടിപ്പിച്ചു. ആഘോഷ പരിപാടികൾ കൂട്ടായ്മയുടെയും സ്നേഹത്തിന്റെയും ഐക്യത്തിന്റെയും പ്രതീകമായി മാറി. ഓണാഘോഷത്തിന്റെ ഭാഗമായി വിവിധ കലാപരിപാടികളും മത്സരങ്ങളും സംഘടിപ്പിച്ചു. ഘോഷയാത്രയോടുകൂടി തുടങ്ങിയ ആഘോഷം തിരുവാതിരക്കളി, പൂക്കള മത്സരം, ഉറിയടി, വടംവലി, മാവേലി വരവേൽപ്പ്, പുലിക്കളി തുടങ്ങിയ പരമ്പരാഗത പരിപാടികൾ വിദ്യാർത്ഥികളും അധ്യാപകരും ചേർന്ന് അവതരിപ്പിച്ചു. ഒത്തൊരുമയുടെ ഓണം എന്ന മുദ്രാവാക്യത്തോടെ സംഘടിപ്പിച്ച ആഘോഷം സ്കൂൾ പ്രോത്സാഹിപ്പിക്കുന്ന കൂട്ടായ്മയുടെ, സ്നേഹത്തിന്റെ, ഐക്യത്തിന്റെ പ്രതീകമായി മാറി. അധ്യാപകരും രക്ഷിതാക്കളും ആഘോഷങ്ങൾക്ക് നേതൃത്വം നൽകി. ന്യൂസ് സെന്റർ, ഷൊർണൂർ. ഓങ്ങല്ലൂർ പഞ്ചായത്ത് ജ്യോതി സമഗ്ര വിദ്യാഭ്യാസ പദ്ധതി ദശവാർഷിക പ്രീ പ്രൈമറി അംഗൻവാടി സർഗോത്സവം തുടരുന്നു. സർഗോത്സവം മുഹമ്മദ് മുഹസിൻ MLA ഉദ്ഘാടനം ചെയ്തു. വളരെ വിപുലമായ രീതിയിലുള്ള പരിപാടികളാണ് ജ്യോതിസിന്റെ ഭാഗമായി നടക്കുന്നത്. വിദ്യാർത്ഥികൾക്ക്
പ്രത്യേകിച്ച് പ്രീ പ്രൈമറി മുതൽ പ്രൈമറി അടക്കമുള്ള UP അടക്കമുള്ള വിദ്യാർത്ഥികൾക്ക് അവരുടെ കഴിവുകൾ വർദ്ധിപ്പിക്കുന്നതിനും വിദ്യാഭ്യാസ മേഖലയിൽ കൂടുതൽ നേട്ടമുണ്ടാക്കുന്നതിനും വിദ്യാലയങ്ങളെ ആകെ മെച്ചപ്പെടുത്തുന്നതിനും ഒരു കരുത്തുറ്റ സംവിധാനമായി ഈ 10 വർഷം കൊണ്ട് ജ്യോതിസ് സമഗ്ര വിദ്യാഭ്യാസ പദ്ധതി മാറിയിട്ടുണ്ട്. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് രതി ഗോപാലകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു. സിനിമാ ഫെയിം വസിഷ്ഠ് മുഖ്യാതിഥിയായി പങ്കെടുത്തു. തുടർന്ന് വിവിധ വേദികളിലായി കുട്ടികളുടെ കലാപരിപാടികൾ അരങ്ങേറി. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. തൃശൂരിൽ 105 ഗ്രാം MDMA-യുമായി ദമ്പതികൾ ഉൾപ്പെടെ 3 പേർ പോലീസിന്റെ പിടിയിൽ. പ്രതികളെ പിടികൂടിയത് ടൗൺ വെസ്റ്റ് പോലീസിന്റെയും സിറ്റി ഡാൻസ് ഓഫ് സംഘത്തിന്റെയും നേതൃത്വത്തിൽ. തൃശൂർ റെയിൽവേ സ്റ്റേഷൻ പരിസരത്തു നിന്നും പ്രതികളെ പിടികൂടാനായത് രഹസ്യവിവരത്തെ തുടർന്ന്. രാഹുൽ മാങ്കൂട്ടത്തിൽ ഇതുവരെ അവധി അപേക്ഷ നൽകിയിട്ടില്ലെന്നും സസ്പെൻഷൻ വിഷയത്തിൽ കത്ത് ലഭിച്ചിട്ടില്ലെന്നും നിയമസഭാ സ്പീക്കർ AN ഷംസീർ. ഷാഫിക്കെതിരായ പ്രതിഷേധം ജനപ്രതിനിധികൾ മാന്യമായി പെരുമാറണമെന്നും സ്പീക്കർ. ഗണേശോത്സവവുമായി ബന്ധപ്പെട്ട് ഇന്ന് വൈകുന്നേരം 4:30 മുതൽ 7 മണി വരെ കുളപ്പള്ളി മുതൽ കൊച്ചിൻ പാലം വരെ ഭാഗിക ഗതാഗത നിയന്ത്രണമെന്ന് ഷൊർണൂർ പോലീസ്. മേഖലയിൽ അനധികൃത പാർക്കിംഗും DJയും നാസിക് ഡോളും ഉപയോഗിക്കുന്നവർക്കെതിരെ കർശന നടപടിയെന്നും പോലീസ് അറിയിപ്പ്. ഈ വാർത്താ ബുള്ളറ്റിൻ അവസാനിക്കുന്നു. നമസ്കാരം.